NDAയിൽ ചേരാനുള്ള 2020 പാർട്ടി പ്രസിഡന്റ് സാബു ജേക്കബിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൂടുതൽ 2020 നേതാക്കൾ പാർട്ടി വിടാൻ സാധ്യത. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ കോൺഗ്രസിൽ ചേർന്നിരുന്നു. അതേസമയം എതിർപ്പുള്ളവർക്ക് പാർട്ടി വിടാമെന്നാണ് സാബു ജേക്കബിന്റെ നിലപാട്. പാർട്ടി തീരുമാനങ്ങൾ വിശദീകരിക്കാൻ സാബു ജേക്കബ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, 2020 NDAയുടെ ഭാഗമാണ് ഇപ്പോൾ. അതിന് വലിയ എതിർപ്പുമുണ്ട്. സാബു ജേക്കബ് തൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം, അതിലെന്താണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്? മായ, 2020 NDAയുടെ ഭാഗമായതിന് പിന്നാലെ തന്നെ 2020യിൽ നിന്ന് വലിയ രീതിയിലുള്ള ഭിന്നസ്വരങ്ങൾ തന്നെയാണ് ഉയർന്നിരുന്നത്. പ്രത്യേകിച്ച് സാബു ജേക്കബിൻ്റെ തീരുമാനം അത് ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണ്. തങ്ങളോട് പാർട്ടി നേതാക്കളെന്ന രീതിയിൽ തങ്ങളോട് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം ഉയർത്തി കാണിച്ചുകൊണ്ട് നിരവധി നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തിയിരുന്നു. ഇന്നലെയാണ് 3 പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്ന തന്നെ നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് കോൺഗ്രസിൽ ചേരുന്നതായിട്ടുള്ള സാഹചര്യമുണ്ടായിരുന്നത്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള റസീദ പരീദ് അടക്കമുള്ള ആളുകളാണ് രാജിവെക്കുകയും പിന്നീട് കോൺഗ്രസിൽ ചേരുന്നതായിട്ടുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നത്. ഇവർ പ്രധാനമായിട്ടും ഉന്നയിച്ചിരുന്ന ഒരു ആരോപണം പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും സാബു ജേക്കബ് വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. നേരത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാകില്ല എന്നറിയിച്ചിരുന്ന 2020 പിന്നീട് ഇപ്പോൾ NDAയുടെ ഘടകകക്ഷിയായി മാറുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളോട് എതിർപ്പുണ്ടായിരുന്ന ആളുകളാണ് കൂടുതലുമായിട്ടും 2020യെ പിന്തുണച്ചിരുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് സാബു ജേക്കബിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഏതായാലും നേതാക്കൾ പാർട്ടി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതും. കൂടാതെ തന്നെ തൃക്കാക്കര നഗരസഭയിലുള്ള ഏക 2020 കൗൺസിലർ അടക്കമുള്ള ആളുകൾ ഇന്നലെ രംഗത്ത് വരികയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ NDAയുടെ ഭാഗമായി താൻ നിൽക്കില്ല എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രനായി അല്ലെങ്കിൽ 2020യുടെ ഈ നിലപാടിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ താൻ നിലനിൽക്കും എന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനപ്രതിനിധികൾ ഇനി ഈ സാബു ജേക്കബിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ച് രംഗത്തെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവരെ ഒപ്പം കൂട്ടുന്നതിന് വേണ്ടിയുള്ള നീക്കം CPM ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. പ്രതിഷേധമുള്ള ആളുകൾക്കെല്ലാം തന്നെ തങ്ങളെ സമീപിക്കാം എന്നുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം കുന്നത്തുനാട് MLA കൂടിയായിട്ടുള്ള PV ശ്രീനിജൻ വ്യക്തമാക്കിയത്. PV ശ്രീനിജൻ LDF അംഗമാണ്. ഇത്തരത്തിൽ എതിർപ്പുള്ള ആളുകൾക്ക് തന്നെ സമീപിക്കാം എന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായിരുന്നു. കൂടാതെ കോൺഗ്രസ് നേതാക്കൾ ഈ പല ആളുകളുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അവിടുത്തെ മുൻ MLA ആയിട്ടുള്ള VP സജീന്ദ്രൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരം ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികളെ അടക്കം 2020യിൽ നിന്ന് അടർത്തി കൊണ്ടുവന്ന് തങ്ങളോടൊപ്പം നിർത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് പ്രധാനമായിട്ടും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ ചില പഞ്ചായത്തുകളുടെ ഭരണമടക്കം കിട്ടുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും. പുത്രിക്കൈ പഞ്ചായത്തുണ്ട്. അവിടെ കഴിഞ്ഞ തവണ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടെടുപ്പിലൂടെ വോട്ടെടുപ്പിന് ശേഷം നടന്ന നറുക്കെടുപ്പിലൂടെയാണ് ഈ 2020ക്ക് ഭരണം ലഭിച്ചത്. അവിടെ UDFന് 7ഉം 2020ക്ക് 7ഉമായിരുന്നു. പിന്നീട് ഈ നറുക്കെടുപ്പ് നടത്തുകയും 2020ക്ക് ഭരണം ലഭിക്കുകയാണ് ചെയ്തത്. ഇവിടെ നിന്നും ഇപ്പോൾ 2020 അംഗങ്ങളെ രാജിവെപ്പിച്ച് കൂടെ കൂട്ടാൻ കഴിഞ്ഞാൽ പുത്രിക്കൈ പഞ്ചായത്ത് UDFൻ്റെ ഒപ്പം എത്തും എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കണക്കൂട്ടൽ തന്നെയാണ് ഏതായാലും UDFൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഒപ്പം ഈ മറ്റ് പഞ്ചായത്തുകളിൽ തങ്ങളുടെ കൃത്യമായ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടി CPM-ഉം ഏതായാലും 2020 നേതാക്കളെ കാണുന്നുണ്ട്. ഏതായാലും 2020 നേതാക്കൾ ഇനി എങ്ങോട്ട് എന്നുള്ളൊരു കാര്യത്തിൽ വലിയ ചർച്ച തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സാബു ജേക്കബ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. പാർട്ടി നിലപാടിനോട് എതിർപ്പുള്ള ആർക്ക് വേണമെങ്കിലും പാർട്ടി വിട്ടു പോകാം എന്നുള്ളൊരു കാര്യമാണ് സാബു ജേക്കബ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഏതായാലും ഇന്നലെ NDA പ്രവേശനം കഴിഞ്ഞതിന് ശേഷം ഇനി 2020യുടെ ഭാവി പരിപാടികൾ എന്താണ് എന്നത് വിശദീകരിക്കാനായിട്ട് ഇന്ന് കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സാബു ജേക്കബിന് പറയാനുള്ളത് എന്താണെന്ന് കണ്ടറിയാം. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം നടക്കട്ടെ.